ഹലോ, ഗുഡ് ഈവനിങ്. എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്ന കുറച്ച് ടൂൾസുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതജ്ഞത. നമ്മൾ എന്താവണം? നന്ദിയുള്ളവരായിട്ട് മാറണം എന്നുള്ളതാണ്. ഉള്ളതായിട്ട് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനും നന്ദി പറയാൻ സിമ്പിൾ ആണ്. നമുക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ താങ്ക് യു പറയാറുണ്ട്. ഓക്കെ, അതല്ലാണ്ട് തന്നെ സദാസമയവും നമ്മൾ ഓരോ നിമിഷവും നമ്മൾ നന്ദിയുള്ള ആളുകളായിട്ട് മാറിക്കഴിഞ്ഞാല് ദൈവം തമ്പുരാൻ നമുക്ക് തന്ന ഓരോ അനുഗ്രഹത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ബെഡിൽ നിന്നും നീറ്റ് ഉടനെ തന്നെ നമ്മൾ അന്ന് പുതിയൊരു ദിവസം തന്നതിന് നന്ദി ആന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശ്വാസം ഒന്ന് അവിടെ ശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് കണ്ണ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാണുന്നതിന്റെ ഇടയ്ക്ക് ഒരു എന്താ പറയാ ഒന്ന് ഇരുട്ടായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് കുഞ്ഞു കുഞ്ഞു എല്ലാവർക്കും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക, നമുക്ക് കിട്ടിയ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാ? അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എനിക്ക് ആ അനുഗ്രഹം കിട്ടി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മൾ പറയാറുണ്ടാവും, നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കാറുണ്ടാവും. പക്ഷെ നമ്മൾ കൂടുതലും എങ്ങട്ടാ നമ്മുടെ മൈൻഡ് പോവാറുള്ളത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങടല്ലേ നമ്മുടെ മൈൻഡ് പോവാറുള്ളത്? അല്ലേ? എന്തെങ്കിലും പ്രയാസം എനിക്ക് അത് എന്താ പറയാ, ഈവൻ ഒരു അസുഖം ആയിക്കോട്ടെ, കുഞ്ഞു അസുഖം ആയിക്കോട്ടെ, നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. അതൊരു ചെറിയൊരു പരീക്ഷണമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ശരീരം എന്താ പറയാ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പനിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റിയത്, എനിക്ക് എന്തേ മാറാത്തത്, ആ ഒരു തോട്ട് നമുക്ക് വരാറുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് ഷിഫാവും. ഇതിൽ നിന്നും എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇത് ദൈവം തന്നൊരു കുഞ്ഞു പരീക്ഷണം മാത്രമാണ്. ഇത്രയും ദിവസം എനിക്ക് നല്ല ആരോഗ്യം തന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പൊ എനിക്കൊരു കുഞ്ഞൊരു പനി വന്നു, കുഴപ്പമില്ല അൽഹംദുലില്ലാ എന്നുള്ളൊരു മനസ്സ് നമുക്ക് വരാറുണ്ടാവും. ചിലർക്ക് വരാറുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ എനിക്ക് എന്താന്നാവോ എനിക്ക് തീരെ വയ്യ, ശരീരം വേദന ആവുന്ന അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആ പ്രയാസത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ഫോക്കസ് കൊടുത്തിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതങ്ങ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നും വിജയിച്ച് നമുക്ക് വരാൻ കഴിയണം എന്നുള്ളതാണ്. വിജയിച്ച് വരാൻ കഴിയുമ്പോൾ, കാരണം ചില പരീക്ഷണങ്ങൾ നമ്മൾ തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നേരിടാനുള്ള കഴിവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇപ്പുറത്തേക്ക് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കിടക്കുന്നുണ്ടാവും. അതിൽക്കാ നമുക്ക് ഇതിൽ അപ്പുറത്ത് ഒരു പ്രയാസം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടതാ, ഇതിൽ നിന്നൊരു സന്തോഷം, ഇതിന്റെ അടുത്തത് എനിക്ക് നല്ലൊരു സന്തോഷം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കൊടുക്കാം. ഈ പരീക്ഷണങ്ങൾ ഞാൻ നേരിടാൻ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല അൽഹംദുലില്ലാ എന്നുള്ള മൈൻഡോട് കൂടിയിട്ട് ദൈവത്തിന് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലും നമ്മൾ എന്താവാ ഗ്രേറ്റ്ഫുൾ ആയി. നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കാലില്ലാന്നിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ശ്വസിക്കാൻ കഴിയുന്നത്, ശ്വാസം ഒന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വാ ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ അത് അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഏ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലും നമ്മൾ എന്താവണം? ദൈവത്തിന്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരും. അപ്പോ ഒരു ടൂൾ അതാണ്. കുഞ്ഞു കാര്യത്തിന് പോലും നമ്മൾ സദാസമയത്ത് നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളില് പരീക്ഷണങ്ങൾ വരും, പിന്നെ പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. അതിൽക്ക് നമ്മുടെ ഫോക്കസ് പോവാണ്ട് നമുക്ക് കിട്ടിയ അതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിന് ആയുസ് വളരെ കുറവായിരിക്കും. പക്ഷെ അനുഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടാവും, എണ്ണിയാ തീരാത്താന്. ഒരു ദിവസം തന്നെ 100ഓളം ഗ്രാറ്റിറ്റ്യൂഡ് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ ഒരു ദിവസം നമുക്ക് ഉണ്ടാവും. 100ഒന്നും അല്ലായിരിക്കാം, അതിന്റെ അപ്പുറത്തേക്ക് അനുഗ്രഹങ്ങൾ പറയാനല്ലോ. നമ്മുടെ മക്കളായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, വീട്ടിലുള്ള മറ്റുള്ളവരായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താക്കാണ്ടാവും, നന്ദി പറയാം. പക്ഷെ നമ്മൾ എപ്പോഴും അതിൽക്കൊന്നും നമുക്ക് കിട്ടിയ സന്തോഷത്തിലേക്ക് നമുക്ക് വല്ലാണ്ട് എന്താ പറയാ, ആ സമയത്ത് വലിയ സംഭവമേ കിട്ടിയാലേ ഞാന് ഹാപ്പി ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് വല്ലാണ്ട് ഹാപ്പി ആവാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. അതാണ്. കുഞ്ഞു 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 കാര്യത്തിന് പോലും നമ്മൾ എന്താവാ, നല്ല ഹാപ്പി ആവുക, നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാന് നോക്കാം. കുഞ്ഞു കാര്യത്തിന് പോലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം. അതാണ് ഒരു ടൂൾ.
അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മൈൻഡിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം കേട്ടോ. എന്റെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ചും പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. 8593 801 903. ഒന്നുകൂടെ ഞാൻ പറയാം, 8593 801 903. ഓക്കെ, ഇതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മൈൻഡിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പാരന്റിങ്ങിനെ കുറിച്ചിട്ടും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, ആരും കോൾ ചെയ്യേണ്ട, ഓൺലി വാട്സപ്പ്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഒരു ടൂൾ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ എന്ത് ചെയ്യാ, മുറുകെ പിടിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യാം. രണ്ടാമത് പറയാനുള്ളത് എന്താണെന്നറിയോ? ഫോർഗീവ്നെസ്, വിട്ടുകൊടുക്കാനും. ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാ ഗ്രാറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാൻ. കാരണം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ആരെന്ത് ചെയ്ത് തന്നാലും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. സിമ്പിളാണ്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് എളുപ്പത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഓരോ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അതുപോലല്ല നമ്മുടെ ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനൊക്കെ ഉണ്ടാവുന്ന ഒരു മനസ്സാണ്. ഓക്കെ, ബാങ്ക് കൊടുക്കുന്നു. ഒറ്റ സെക്കൻഡ് ഇട്ടാ ബാങ്ക് കൂടെ. ഓക്കെ, അപ്പൊ ഫോർഗീവ്നെസ്സിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. കാരണം നമ്മുടെ ലൈഫില് നമ്മളെ വിഷമിപ്പിച്ചവരുണ്ടാവും, വേദനിപ്പിച്ചവരുണ്ടാവും, വെറുപ്പ്, എന്താ പറയാ, എത്ര നല്ലത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും വെറുപ്പ് മാത്രം തന്നവരുണ്ടാവും, കുറ്റപ്പെടുത്തിയവരുണ്ടാവും, പരിഹസിച്ചവരുണ്ടാവും. കാരണം ഉണ്ടായിക്കോട്ടെ, കാരണമില്ലാതെ നമ്മള് വളരെ, എന്താ പറയാ, പ്രയാസപ്പെടുത്തിയവര്, വേദനിപ്പിച്ചവരൊക്കെ ഉണ്ടാവും. ഇവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത് അത് നല്ല വലിയ മനസ്സുള്ളവർക്ക് അതിന് കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫോർഗീവ്നെസ്സിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ബെസ്റ്റ് ടൂളാണ്. ഒരു കിട്ടിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫോർഗീവ്നെസ് നമ്മള് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നന്ദി പറയാം. അത് ഗ്രാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തിയവര്, ഇവർക്കൊക്കെ നമ്മൾ പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക.
ഇതൊന്ന് നിങ്ങൾക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഫോർഗീവ്നെസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വെറുപ്പിച്ചവർ വേദനിപ്പിച്ചവരൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ആ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളടുത്ത് ദേഷ്യപ്പെട്ട ആളുകൾ ഉണ്ടാവും. പക്ഷെ അവര് ദേഷ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് അവര് മുന്നോട്ട് പോകും. പക്ഷെ നമ്മള് എന്താ ഉണ്ടാവുക? നമ്മൾ ചിലപ്പം ചെയ്യാത്ത കാര്യത്തിനായിരിക്കും ഇവര് നമ്മളെ വഴിക്ക് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ മനസ്സിൽ അതങ്ങനെ കൊണ്ട് നടന്നിട്ട് ഇവരോടുള്ള വെറുപ്പും വിദ്വേഷവും നമ്മുടെ മനസ്സിലങ്ങ് കൊണ്ട് നടന്നാൽ എന്താ ഉണ്ടാവുക? ആർക്കാ നഷ്ടം? അവർക്കാണോ? ഒരിക്കലും അല്ല. നഷ്ടം ആർക്കാ? നമുക്ക് തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ് അതവിടെ ആ അഴുക്ക് അടിഞ്ഞുകൂടി കിടക്കുന്നത്. ആ വെറുപ്പിന്റെ അഴുക്ക് അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതെന്ത് ചെയ്യാ? നിങ്ങൾ അങ്ങ് പുറത്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക. അത് ചെയ്യാം. ഏറ്റവും വിഷമമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാറ്? ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക, പുറത്തു കൊടുക്കുക. എഴുതി കഴിഞ്ഞിട്ട് ആ വിഷമം തീരുന്നത് വരെ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ആ ഒരു പ്രോബ്ലം, ആ സംഭവം ഉണ്ടല്ലോ, അതങ്ങ് വിവരിച്ച് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കീറി 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 കളയാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണത്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യാം? പുറത്തു കൊടുക്കാൻ നമ്മളെ കൂടുതലായിട്ട് ഇതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. ഓരോരുത്തർക്കും പുറത്തു കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് എഴുതുക. ഫോർഗീവ്നെസ് ഞാൻ എപ്പോഴും പറയുന്ന മിക്ക സെഷനിലും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരു 30 വയസ്സുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. അപ്പോ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിലും ഫോർഗീവ്നെസ്സിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവും. ഉറപ്പാണ് ആ കാര്യം. നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവും എന്നുള്ളതാണ്. എല്ലാം സഹിക്കാനും എല്ലാവർക്കും നമ്മളിലൂടെ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് ആരെയും മാറ്റാൻ പറ്റൂല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താവും? നമ്മുടെ ചുറ്റുപാടുകൾ മാറും. നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാ മാറുന്നത്? അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ, കൂളായിട്ട് നിന്ന് കേൾക്കും. വേണ്ട കാര്യങ്ങൾ മാത്രമേ കേൾക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ? പ്രായമായ ആളുകൾ ഉണ്ടാവും. അവർക്ക് ചിലപ്പം നല്ല രീതിയിൽ സംസാരിക്കാൻ ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. ദേഷ്യത്തിന്റെ ഭാഷയിലായിരിക്കും അവർ സംസാരിക്കുക. പക്ഷേ നമ്മളെക്കാളും അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവും, എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാം. പക്ഷെ അത് നമ്മളെടുത്ത് തരുന്നത് എങ്ങനെ ആയിരിക്കും? ദേഷ്യത്തിന്റെ ഭാഷയിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഭാഷ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാം. വേണ്ട കാര്യങ്ങൾ എടുക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. പക്ഷെ അവര് തരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേഷ്യത്തിന്റെ ഭാഷ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന സ്വഭാവം അവർക്ക്. അപ്പോ നമുക്ക് ആദ്യം ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മൾ വർക്ക് ചെയ്യാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ ഫോർഗീവ്നെസ്സിൽ നമ്മൾ വർക്ക് ചെയ്യാത്ത ആളായിരിക്കും. പക്ഷെ അപ്പൊ ഈ ദേഷ്യത്തോടു കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ള ഒരു കഴിവുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ക്ഷമയോട് കൂടിയിട്ട് എത്ര ദേഷ്യത്തിന്റെ ഭാഷയാണെങ്കിലും നമ്മൾ എന്താവും? അത് കേൾക്കാൻ തയ്യാറാവും. അത് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്നും വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാം. ചീത്തയുടെ ഭാഷയിലാണ് പ്രായമായവര് നമ്മളെ അടുത്ത് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പഠിക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ അവർക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സിൽ ഇപ്പൊ എന്താ ഉണ്ടാവുക? നമ്മൾ ഓൾറെഡി ഇവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു വെറുപ്പ് വന്ന് എന്താ പറയാ, മിക്ക ദിവസങ്ങളിലും എന്നും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇവരെന്താക്കാറില്ല, മൈൻഡ് ആക്കാറില്ല. കാരണം ഇവർക്ക് എപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്തലാണ് ഇവർക്ക് പരിപാടി. അതുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത്? നമ്മളെ മുന്നിൽ ആരെങ്കിലും ദേഷ്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്? നമുക്ക് എന്തില്ല? ക്ഷമിക്കാനും പൊറുക്കാനുള്ള മനസ്സില്ല. നമ്മുടെ ഹൃദയം വിശാലല്ല. അതുകൊണ്ടാ സ്നേഹത്തിന്റെ ഭാഷ അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ ചിരിയിലൂടെ. നമ്മൾ ചിരിക്കുന്നത് കാണുമ്പം തന്നെ എന്താക്കാൻ പറ്റണം? അവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറണം. ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കൊടുക്കുന്ന ചിരി ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ?
അപ്പോ ഈ ദേശത്തിന്റെ ഭാഷയിലാണ് പ്രായമായ ആളുകൾ നമ്മളടുത്ത് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിൽ കേൾക്കരുത്. വേണ്ട കാര്യങ്ങൾ എടുക്കാം. പറയുന്നത് ഇതിൽ നിന്ന് ഓരോ വാക്കുകളും ഇതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്, എനിക്ക് എന്താ പഠിക്കാനുള്ളത്, എന്താണ് എനിക്ക് ചേഞ്ച് വരുത്താനുള്ളത്, ഈ ലെവല് നമ്മൾ അവരെ കണ്ടോക്കി, അവരെ പറഞ്ഞ കേട്ടോക്കി. അപ്പൊ എന്താ ഉണ്ടാവുക? ഏ അപ്പൊ നമുക്ക് ഇവര് പറയുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ടാവും. നമ്മൾ ഓൾറെഡി എന്താ വിചാരിക്കുക, തുടങ്ങി ആ ഒരു മൈൻഡോട് കൂടിയിട്ടാവുമ്പോള് നമുക്ക് എന്താക്കില്ല, അതിനൊന്നും കിട്ടാൻ പോണില്ല. കുറെ പറഞ്ഞ് അത് നമുക്ക് എന്താക്കി സങ്കടം ഉണ്ടാക്കി അത് ഉള്ളിൽ കയറ്റി ഭയങ്കരമായിട്ട് അത് പറഞ്ഞു, ഇവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു. ആ ഒരു ഇതായിരിക്കും. അന്നത്തെ ദിവസം കൊള്ളായി, നൈറ്റ് കൊള്ളായി, മക്കളുടെ കാര്യങ്ങൾ കൊള്ളായി, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ കൊള്ളായി, ടോട്ടലി കൊള്ളായി. പക്ഷെ നേരെ മറിച്ച് ഈ ഒരു ഡയമെൻഷനിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനൊന്ന് നിങ്ങൾ കാണാൻ നോക്കി നോക്കി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ നമുക്ക് ഇവർ എത്ര പറഞ്ഞാലും നമ്മൾ ചിലപ്പോ ദേഷ്യത്തിൽ പറയുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകാറുണ്ടാവും. പക്ഷെ മൗനത്തോട് കൂടിയിട്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് ഇവർക്ക് എന്താവും, ഇവർ കുറെ പറഞ്ഞിട്ട് ഇവർ അങ്ങനെ നിർത്തിപ്പോയിക്കോളും. പിന്നെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് എന്താ, ഇവരെത്ര ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ എന്താ അവർക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ ലൈറ്റ് ആൻഡ് ലവ്, ആ ഡിവൈൻ ലൈറ്റ് നമ്മളിലേക്ക് വരുന്ന, നമ്മൾ അതെന്താക്കുന്നത് ഇവർക്ക് നമ്മുടെ ചിരിയിലൂടെ നമ്മൾ കൊടുക്കുന്നത് യഥാർത്ഥ സ്നേഹം നമ്മൾ കൊടുക്കുന്നത്. ഇതിലൊക്കെ വേണ്ട നമ്മൾ ആദ്യം നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങണം. രാവിലെ നീറ്റ് ഉടനെ തന്നെ എന്താ അറിയോ ചെയ്യേണ്ടത്? നിങ്ങൾ നീറ്റ് ഉടനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞല്ലോ, നീറ്റ് ഉടനെ തന്നെ ബെഡിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ എന്താക്കും, പുതിയൊരു ദിവസം തന്നതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് നേരെ നീറ്റ് പോയിട്ട് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിലൊന്ന് പോയി നിന്ന് നോക്കിക്കേ. എന്നിട്ടൊന്ന് നിങ്ങൾ നിങ്ങളോട് എന്നൊന്ന് കെട്ടിപ്പിടിച്ചിട്ടൊന്ന് പറഞ്ഞൊക്കെ, ഐ ലവ് യു തസ്നി, ഐ ലവ് യു സോ മച്ച്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ പൊന്നെ സൂപ്പർ ആയിരിക്കും കേട്ടോ, എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളോട് തന്നെ സംസാരിക്കാം. അതുപോലെ തന്നെ ആ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യാ അറിയോ, നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പൊക്കി പറയാം. എടാ നിനക്ക് ഇന്റെ കഴിവുണ്ടല്ലോ, നിനക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടല്ലോ, നിനക്ക് പൊറുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ, എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്ന് നീ എല്ലാവർക്കും എന്ത് കൊടുക്കണം, സ്നേഹവും സന്തോഷവും സമാധാനവും കൊടുക്കണം കേട്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനോട് തന്നെ ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ ദിവസം ഒന്ന് തുടങ്ങി നോക്കിക്കേ. ആ ദിവസം തുടങ്ങി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? അങ്ങനെ നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങി കഴിഞ്ഞാല് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫുൾ പോസിറ്റീവ് എനർജി ആയിരിക്കും ഒന്നാമത്. രണ്ടാമത്, ഒരാളോട് നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ട അവസ്ഥ വരൂല. ആര് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ക്ഷമയോട് കേൾക്കാനുള്ള മനസ്സുണ്ടാവും. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താ കൊടുക്കുക, നമ്മൾ ആ ലവ് ആൻഡ് ലൈറ്റാ കൊടുക്കുക. ഈ ചിരിയിലൂടെ, ഈ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്നുള്ള ചിരി നമ്മൾ അവർക്ക് പാസ് ചെയ്യുന്നു. ഡെയിലി ഒരു 10 പേർക്കെങ്കിലും എന്തെല്ലാണ്ട് വിശേഷം സുഖാണല്ല എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാ, ഒന്ന് ചിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സും ഹാപ്പിയായി, നമ്മുടെ മനസ്സും ഹാപ്പിയായി. അതൊന്ന് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്, അത് നിങ്ങൾ കൊടുക്കുക അങ്ങട്ട്. എത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടോ അത്രത്തോളം നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. കുട്ടികളായിട്ടായിക്കോട്ടെ, കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ഞാൻ എപ്പോഴും പറയുന്നത് ദൈവത്തിന്റെ പ്രതിനിധികളാണ് നമ്മുടെ മക്കള്. ആ കണ്ണോട് കൂടിയിട്ട് നമുക്കൊക്കെ ഓരോരോ പർപ്പസ് നമ്മളിങ്ങോട്ട് പറഞ്ഞയച്ചത് കുറെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാന്നുള്ളത്? കുറെ അടി ഉണ്ടാക്കി, കുറെ എന്താ പറയാ, നമ്മള് സ്വയം സെൽഫിനെ തന്നെ കുറ്റപ്പെടുത്തി, കുറെ കുട്ടികളെ ചീത്ത പറഞ്ഞ് ബാക്കിയുള്ളവർ, അതിനല്ല. ഈ സ്വർഗം നരകമൊക്കെ ഭൂമിയിൽ തന്നെ ഉണ്ട്. ഈ ഒരു നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും സെൽഫ് ലവും അതുപോലെ തന്നെ എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ലൈഫ് എത്ര അടിപൊളിയായിക്കാരം, ആ വീട് എങ്ങനെയായിക്കാരം. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാ? നമുക്ക് നല്ലൊരു മനസ്സിനുള്ള ഒരു ഉടമ നമ്മൾ ആയിക്കഴിഞ്ഞാൽ, നല്ലൊരു മനസ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരോട് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലാത്ത ഒരാളായി കഴിഞ്ഞാല് എങ്ങനെയൊക്കാരോ? അപ്പൊ എന്താ ഉണ്ടാവുക, നമ്മൾ ആരെയും നന്നാക്കാൻ പോകണ്ട.
അപ്പൊ ഓരോരുത്തരും നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും, നമ്മളെല്ലാരും സ്നേഹിക്കാൻ തുടങ്ങും. എല്ലാവർക്കും നമ്മളെ കാണുമ്പോഴത്തേനെ ഇവര് ഓരോരുത്തരും നമ്മളെ വന്നിട്ട് അവർ കെട്ടിപ്പിടിക്കും അവർ നമ്മളെ, അത്രക്കും അവർക്ക് നമ്മളോട് ഇഷ്ടീകാരം. നമ്മള് ഒരിടത്ത് കാണുമ്പോ തന്നെ ആ തസ്നി എന്തെല്ലാണ്ട് വിശേഷം സുഖല്ലേ എന്ന് ചോദിക്കാൻ അവർ ഇങ്ങോട്ട് വരും. ഉറപ്പണ കാര്യം. അത്രക്കും ഇഷ്ടമായിരിക്കും എല്ലാരോടും. അങ്ങനെയുള്ള ഒരു വീട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു പൊട്ടിത്തെറിയില്ല, ഒരു ദേഷ്യപ്പെടലില്ല, മക്കളുടെ അടുത്ത് വഴക്കുണ്ടാക്കലില്ല, ഹസ്ബൻഡിന്റെ അടുത്ത് വഴക്കുണ്ടാക്കില്ല, വീട്ടിലെ മറ്റുള്ളവരുടെ അടുത്ത് ഇല്ല. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രം കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ വീട് എന്തായിരിക്കും? അപ്പോഴാണ് ആ വീട് ഒരു സ്വർഗമായിട്ട് മാറുക, അല്ലേ? അങ്ങനെ ആയിക്കഴിയുമ്പോ മക്കൾക്കും നമ്മളടുത്ത് എന്തും പറയാനുണ്ട അവസ്ഥ ഉണ്ടാവും. എന്തോ അവര് പറയും, എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എന്റെ ഉമ്മ ഉണ്ടല്ല സൂപ്പറാണ്, എന്റെ അമ്മ ഉണ്ടല്ല സൂപ്പറാണെന്ന് അവര് പറയാൻ തുടങ്ങും. അതുപോലെ ഹസ്ബൻഡ് എന്ത് വന്നു കഴിഞ്ഞാലും എന്റെ ഭാര്യ എന്റെ കൂടെ തന്നെ ഉണ്ടാവും, അവനൊരു സംഭവമാണെന്ന് പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ ഉമ്മമാരും അത് പറയാൻ തുടങ്ങും. എന്റെ മരുമകൾ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ, എല്ലാത്തിനും അവള് മതി എന്ന് പറയാൻ തുടങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞാല് ആ വീട് എന്താവും? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ മനസ്സിലും ഇവർ ഓരോരുത്തരും ഒരുമിച്ചിരിക്കുന്നത്, ഒരുമിച്ച് സംസാരിക്കുന്നത്, നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും. ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? സ്നേഹമാണ്. നമ്മൾ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, നമ്മളൊന്ന് തലോടിയിരുന്നെങ്കിൽ, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അപ്രീസിയേഷൻ ആണ്, അല്ലേ? ആണ്. നമ്മളെ കൂടെ നമ്മളെ ചേർത്ത് പിടിക്കാന് ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സമാധാനം സന്തോഷവും എല്ലാം ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ വീട്ടിലുള്ള ഓരോ ആളുകളും നമുക്ക് തരാൻ തുടങ്ങും. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതാ നമുക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങുക. ഫസ്റ്റ് ഒക്കെ നമ്മൾ എത്ര നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും ഇവര് എന്താ ഇങ്ങനെ എന്നുള്ള തോട്ടം നമ്മുടെ ഉള്ളില്, അങ്ങനത്തെ തോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. ദേഷ്യപ്പെടുന്ന വീടുണ്ടാവും. ഏ അപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഇവരടുത്ത് എല്ലാം പുറത്തു കൊടുക്കാനും ക്ഷമിച്ചു കൊടുക്കാനൊക്കെയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവും. അതൊക്കെ സെറ്റാണ്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫോർഗീവ്നെസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സെൽഫ് ലവിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരാള് നമ്മളെ അടുത്ത് ദേഷ്യപ്പെടുന്ന എന്തെങ്കിലും ഇതാക്കുമ്പോഴത്തേക്ക് നമ്മള് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും അവരുടെ അടുത്ത് എന്താ അങ്ങനെ എന്നുള്ള തോട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ആരടുത്തുനിന്ന് എന്താ അവരുടെ അടുത്തുനിന്ന് കിട്ടിയോ എന്നുള്ളതല്ല, ഞാൻ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ കൊടുത്ത് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് ഒരു നല്ലൊരു ലൈഫ് ഉണ്ടാവും. അതുപോലെ തന്നെ മക്കളുടെ കൂടെ, ഹസ്ബൻഡിന്റെ കൂടെ, ഉമ്മയുടെ കൂടെ ഒക്കെ ഒരുമിച്ച് ഇരിക്കാനും ഒരുമിച്ച് സംസാരിക്കാനും ഒരുമിച്ച് കളിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. അതുപോലെ യാത്ര ചെയ്യുക, ഒരുമിച്ച് യാത്ര ചെയ്യുക. ഞാൻ പറയുമ്പോ ഞാൻ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പറയല്ല. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ യാത്ര ചെയ്യുമ്പോ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുമ്പോ പലപ്പോഴും നമ്മൾ കണ്ടീഷൻസ് വെക്കാറുണ്ട്. ഇന്നത് എഴുതി കഴിഞ്ഞാൽ അല്ലെ ഇന്നത് പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകുള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാ ഇവിടെ പോവാ. അത് ഒഴിവാക്കുക. ആ കാര്യങ്ങളൊന്നും പറയണ്ട. അവരൊന്ന് ഫ്രീ ആയിട്ട് നമ്മളൊന്ന് പുറത്ത്, നിങ്ങള് വല്ല അമേരിക്കക്കും ഇവിടേക്കൊന്നും കൊണ്ടോണ്ട. നമ്മൾ അടുത്തുള്ള കുറച്ച് എന്താ പറയാ കുറച്ച് സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ ജസ്റ്റ് അപ്പുറത്തുള്ള പാടത്തേക്കെങ്കിലും നിങ്ങൾ കൊണ്ടുപോയാൽ മതി. വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തി കൊണ്ടുപോയാൽ മതി. നമ്മൾ അപ്പുറത്തെ ഇപ്പുറത്ത് ഒന്ന് വൈകുന്നേരം ഒന്ന് നടക്കാനൊന്ന് ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ ഇറങ്ങുക, എന്നിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക. അതൊക്കെ എന്തോ ഒരു രസമായിരിക്കും. എത്ര കുട്ടികൾ എൻജോയ് ചെയ്യും. അവർക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് അതിൽ നിന്നൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് വെറും പഠിത്തം പഠിത്തം പഠിത്തം, സ്കൂള് വിട്ട് വരിക, ഹോംവർക്ക് ചെയ്യാൻ പറയാ, പഠിക്കാനിരുത്തുക, എന്നും അതന്നെ. അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം, അതുപോലെ ഫാദേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കൂടെ ഒന്ന് ഇരിക്കുക, കളിക്കുക, അവരുടെ കൂടെ കളിക്കാനൊക്കെ സമയം കണ്ടെത്തുക. ഇത് കുട്ടികൾ എൻജോയ് ചെയ്യും, ഉറപ്പാണ്. അവരുടെ കൂടെ കഥ പറയുക, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഥകൾ പറയുക, പഴയ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. പഴയ ഉമ്മമാർക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടാവും. ഉമ്മമാർക്ക് മീൻസ് വല്യുമ്മമാർക്ക്, ഉമ്മൂമ്മമാർക്ക്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ചിരുമ്പോ ഉമ്മൂമ്മമാര് അവരുടെ പഴയ കാലത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോ അതെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കേട്ടിരിക്കുമ്പോ ആലോചിച്ചൊക്കെ അതിന്റെ ഒക്കെ രസം. അങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ടോ? എന്റെ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. അപ്പോ നമ്മുടെ അതൊക്കെ ചിന്തിക്കുക. അതൊക്കെ എന്തുകൊണ്ടാ? നമ്മൾ മാറിയാ മതി.
നമ്മൾ മാറിയാൽ മതി. ഒരു സമയങ്ങൾ കണക്കാക്കുക. ഫോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്താ അറിയോ? ഈ ഫോണാണ്. ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാല് മിക്ക പെണ്ണുങ്ങൾ എന്താക്കും? ഈ ഫോണിൽ അങ്ങ് ഇരുന്നിട്ട് സമയങ്ങള്, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സമയം, പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഫോണ്, അങ്ങനെയൊക്കെ. അതിന്നൊക്കെ ഒന്ന് മാറിയിട്ട് എങ്ങനെ എന്റെ ലൈഫ് കളറാക്കാം, അതിലൊന്ന് തോട്ട് കൊടുത്തു നോക്കി. ഗ്രാറ്റിറ്റ്യൂഡിലും ഫോർഗീവ്നെസ്സിലും സെൽഫ് ലവിലും അല്ല, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം, അതേപോലെ ലൈറ്റ് ആൻഡ് ലവ്, ഇതിലൊക്കെ ഈ എന്താ പറയാ, നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കുക, കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നതിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. കാരണം ഓരോ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പ്രതിനിധികളാണ്, വളർന്നു വരുന്ന തലമുറയാണ്. അപ്പൊ ഇവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ടും കരുതലോട് കൂടിയിട്ടും തലോടലോട് കൂടിയിട്ടും കൊണ്ട് നമുക്ക് നർച്ചർ ചെയ്തെടുക്കാനും വളർത്തിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അതിന്റെ ഒരു രസം എന്തായിരിക്കും എന്നുള്ളത്. കുട്ടികൾ നമ്മൾ പറയുന്നത് പോലെ മുന്നോട്ട് പോവാ ആണ് എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തത്? നമ്മൾ കൊടുക്കുന്ന പാരന്റിങ്ങില് മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അവർ കേൾക്കും. പിന്നെ കുട്ടിയെ കുട്ടിയായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടും. നമുക്ക് അവര് ഏറ്റവും കൂടുതൽ പാരന്റ്സിന് മനസ്സിലെന്താ പറയുക, കുട്ടികളെ പഠിപ്പിക്കണം 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 പഠിപ്പിക്കണം, ഇവർ പഠിപ്പിച്ച് വല്ല അത് വേണം, ചിന്ത വേണം. പക്ഷെ തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇവർക്ക് കളിക്കാനുള്ള സമയം. പിന്നെ ഒരു പാരന്റ് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താ അറിയോ, കുട്ടി പഠിക്കുന്നത് ഒരിടത്ത് ഒതുങ്ങിയിരുന്ന് പഠിക്കണില്ല എന്നുള്ളതായിരുന്നു. ഒതുങ്ങിയിരുന്ന് പഠിക്കണില്ല, നന്നായിട്ട് പഠിക്കണുണ്ട്. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോ കിച്ചണിലും അവിടെ ഇവിടെ പോയിട്ട് ഇരുന്നിട്ടാ ആൻസർ പറയാം. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ആൻസർ പറയുന്നുണ്ടല്ലോ, കുട്ടി പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ കുട്ടീനെ ഒരു ഭാഗത്ത് കുത്തിയിരുത്തി പഠിപ്പിക്കണം എന്ന് എന്താ അത്ര വാശി എന്നുള്ളത്? ശരിയാണ്. കാരണം കുട്ടിയാണ് അവന് അവന്റേതായിട്ടുള്ള ലെവലുണ്ട്. ആ ലെവൽ അവർ പഠിക്കട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങള് ഒരിടത്ത് കുത്തിയിരുത്തി പഠിപ്പിക്കണം എന്നുള്ളതിൽ നിന്നും മാറ്റങ്ങളൊക്കെ വരുത്തുക. കുട്ടി ഒരേ ലെവലിൽ പഠിപ്പിക്കുമ്പോ അതിൽ നിന്നും ചേഞ്ച് ചെയ്യാ. ഒരേ ലെവലിൽ ഇരുത്തി പഠിപ്പിക്കുമ്പോ ചിലപ്പോൾ കുട്ടികൾക്ക് ബോറടിക്കും. നിങ്ങൾ പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം പുറത്തൊക്കെ പോകുമ്പോ നിങ്ങൾ എന്താക്കാ, എടാ നോട്ടെടുത്തോ പേനെടുത്തോ, നമുക്കൊന്ന് പാടത്ത് പോയിട്ട് അല്ലെങ്കിൽ ആ പറമ്പിൽ പോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയാലോ, നമുക്ക് ഹോംവർക്ക് ഒന്ന് അവിടെ പോയിട്ട് എഴുതിയാലോ, ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. കളറായിരിക്കും മക്കളെ ലൈഫ്. പിന്നെ വായിക്കാൻ എഴുതാനൊക്കെ പ്രയാസപ്പെടുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണക്ട് ചെയ്യുക. എങ്ങനെയാണ് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ ഡാഫോഡിൽസ് ഇതില് നമ്മൾ എന്താക്കുന്നുണ്ട്, വായിക്കാൻ എഴുതാനും പ്രയാസപ്പെടുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സും നമ്മൾ വായിക്കാൻ എഴുതാനും പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, എങ്ങനെ അവർക്ക് കളിയിലൂടെയും ചിരിയിലൂടെയും തമാശകളിലൂടെയും നാം മക്കളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താക്കുക, എന്നെ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദിയുള്ള വ്യക്തികളാവുക. ഗ്രാറ്റിറ്റ്യൂഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, ഫോർഗീവ്നെസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. മറന്നു പോവണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, രാവിലെ എണീറ്റ് ബെഡിൽ നിന്ന് നീക്കുമ്പോ തന്നെ നിങ്ങൾ എന്താവുക, നിങ്ങള് നിങ്ങളോട് ദൈവത്തിന്റെ അടുത്ത് നന്ദി പറയാം. പഠിച്ചോണ്ടത് നന്ദിയൊക്കെ പറഞ്ഞ്, പുതിയൊരു ദിവസം നന്ദിയൊക്കെ പറഞ്ഞ് നേരെ പോകേണ്ടത് എങ്ങടാ? കണ്ണാടിയുടെ മുന്നിലാ പോകേണ്ടത് കേട്ടാ. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ സംസാരിക്കാനുള്ളതും നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഇത് കൊടുത്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അഫർമേഷനും കൊടുക്കണം കേട്ടോ, നല്ല അഫർമേഷൻ കൊടുക്കാം. ഞാൻ ബെസ്റ്റ് ആണ്, ഞാൻ സൂപ്പർ ആണ്. അതേപോലെ മക്കൾക്കും നിങ്ങൾ അതുപോലെ കൊടുക്കാം. അതൊക്കെ ആയിക്കഴിഞ്ഞാല് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിരന്തരം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ആക്കേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് കളറാവും. നിങ്ങളുടെ വീട് തന്നെ ആർക്കും സ്വർഗം. ഓക്കെ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിലൊക്കെ വർക്ക് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.